ബ്രോ, ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ ബെറ്റർ? ലവ് മാരേജ് ആകുമ്പം ഒരാളെ നമ്മൾ മനസ്സിലാക്കി തീരുമാനം എടുക്കുകയല്ലേ. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് മുമ്പ് നമ്മളുടെ അടുത്തേക്ക് വന്ന ഒരാളെ നമ്മൾ മാരി ചെയ്യല്ലേ. അത് കുറച്ചും കൂടി റാൻഡ് ആയിട്ടുള്ള സെലക്ഷൻ അല്ലേ വരുന്നത്. ബ്രോ, ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പം ഒരുപക്ഷെ നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലീസൊക്കെ ആൾക്കാരെ തിരഞ്ഞെടുത്ത് അത് റാൻഡോ ആണെന്നൊന്നും പറയാൻ കഴിയില്ല. ഇനി അത് മാറ്റി വെക്കാം. ലവ് മാരേജ് റാൻഡോ എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, രണ്ടാൾക്കാർ ഇപ്പം കോളേജിൽ നിന്നാണ് അവർ തമ്മിൽ കണ്ടുമുട്ടിയെന്ന് വയ്ക്കുക. ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ കോഴ്സ് സെലക്ട് ചെയ്തു, ഒരേ കോളേജിലെത്തി, ഒരേ ക്ലാസ്സിലെത്തി, എന്നിട്ടാണ് അവർ തമ്മിൽ കണ്ടിട്ട് എഫയർ ആയത്. അതിലെ റാൻഡംനെസ് നിങ്ങൾ നോക്കിയാൽ, സീരീസ് ഓഫ് റാൻഡംനെസ്. ഇയാൾ മറ്റൊരു കോഴ്സ് ആണ് എടുത്തതെങ്കിൽ, അല്ലെങ്കിൽ വേറെ കോളേജിലേ പോയതെങ്കിൽ ഇത് നടക്കൂലായിരുന്നു. അപ്പം ഇത് ഭയങ്കര റാൻഡുമാണ് ഇവിടെ, അല്ലേ? ലവ് മാരേജ് ഭയങ്കര റാൻഡുമാണത്. ഈവൻ അടുത്തടുത്ത റോൾ നമ്പർ ആയതുകൊണ്ട് വൈവയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായി അങ്ങനെ ഫെയറിലായ ആൾക്കാർ പോലും എൻ്റെയൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം ലവ് മാരേജ് ഈസ് മോർ, ഐ തിങ്ക് അത് കൂടുതൽ റാൻഡുമാണ്. അറേഞ്ച്ഡ് മാരേജിനേക്കാളും ഭയങ്കര റാൻഡുമാണ് ലവ് മാരേജ്.